എവിടെയായിരുന്നു? കണ്ടിട്ട് ഏറെ നാളായല്ലോ. ഒന്ന് കാശിക്ക് പോയിരുന്നു. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം. വലിയവനും ചെറിയവനുമൊക്കെ ഒരു ദേഹിയായി മാത്രം മാറുന്ന, അലിഞ്ഞു ചേരുന്ന ഒരിടം. അവിടെ കാശിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മുക്തി കവാടം അല്ലെങ്കിൽ വാരണാസി. ഋഷികേശിൽ നിന്ന് ആരംഭിക്കുന്ന ഗംഗ വന്ന് ചേർന്ന് വാരണാസിയോടടുക്കുമ്പോഴേക്കും ആ പ്രവാഹിനിയിലേക്ക് ഒരുപാട് ശരീരങ്ങളും ആത്മാക്കളുമൊക്കെ അലിഞ്ഞു ചേരുകയായി. മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? സത്യമാണ്. കാരണം MTയുടെ വാരണാസി മനസ്സിലാക്കുക അത്ര ഈസിയല്ല. ഇതൊരു ഭൂപ്രദേശത്തിൻ്റെ മാത്രം കഥയല്ല, ഒരു മനുഷ്യവിഭാഗത്തിൻ്റെ കൂടിച്ചേരലുകളുടെ, കണ്ടുമുട്ടലുകളുടെ, ഉയർച്ച താഴ്ചകളുടെ ഒക്കെ ആകെ വലിയ ചിത്രങ്ങൾ വരച്ചിടുന്ന ഒരു ക്യാൻവാസ് കൂടിയാണ് വാരണാസി. യഥാർത്ഥത്തിൽ നോവൽ തന്നെയാണ് ഗംഗ. അത് പല മൺതിട്ടകളിലൂടെ ഒഴുകുകയാണ്. സുധാകരൻ എന്ന കഥാനായകനെ നമ്മൾ സമീപിക്കുമ്പോൾ, ഈ നോവലിനെ ആകെ സമീപിക്കുമ്പോൾ ഫിലോസഫിക്കലായും സ്പിരിച്വലായും അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏക പോംവഴി. അങ്ങനെ ചെന്നാൽ മാത്രമേ ഇതിലെ വലിയ നേർത്ത അർത്ഥങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നോവലിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവലിന് ഒരു ഭാവമുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യാവസാനം വരെ ഖേദമെന്ന ഒരൊറ്റ ഭാവമാണ് യഥാർത്ഥത്തിൽ ഈ നോവലിനുള്ളത്. പക്ഷേ വായിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ വിരേചനം നമ്മളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു നെടുവീർപ്പോടുകൂടി അല്ലാതെ യഥാർത്ഥത്തിൽ നോവലിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പല വ്യാപാര ചിന്തകൾ ഇതിലൂടെ കടന്നു വരുന്നുണ്ട്. ഏകാന്തത, കൂടിച്ചേരലുകൾ, സംഗമങ്ങൾ, ഒഴിവാക്കപ്പെടലുകൾ, പിരിഞ്ഞു പോവൽ, വിരഹം, ഇങ്ങനെയുള്ള ഈ ചിന്തകളിലൂടെയൊക്കെ നോവൽ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നോവലിന് ഒരുപാട് നാൾ മുൻപ് വായിച്ചു മറന്ന മറ്റൊരു കഥ കൂടി യഥാർത്ഥത്തിൽ എനിക്കിതിൽ കാണുവാൻ കഴിഞ്ഞു. കഠോപനിഷത്തിൽ നാച്ചികേതസിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഈ മനുഷ്യൻ യമനോട് ചെന്ന് സംവദിക്കുകയാണ്, ജീവിതത്തിൻ്റെ മഹാരഹസ്യങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. എനിക്ക് അവസാനം വരെ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നോവലിലെ കഥാനായകൻ നാച്ചികേതസായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിൻ്റെ മഹാരഹസ്യങ്ങളെ മനസ്സിലാക്കാൻ അയാൾ ചെല്ലുമ്പോൾ നൈമിഷികമായ ഒരുപാട് സുഖങ്ങളെ യമൻ ഈ നാച്ചികേതസിൻ്റെ മുൻപിലേക്ക് കൊടുക്കുന്നുണ്ട്. സുധാകരനും ഇതിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട്. പക്ഷേ അയാൾ പതിയെ പതിയെ മനസ്സിലാക്കുന്നു, ജീവിതത്തിൻ്റെ ഈ കടന്നു വരുന്ന പാർപ്പിടമായാലും ധനമായാലും മോഹങ്ങളായാലും സുഖങ്ങളും ഭോഗങ്ങളും ഒക്കെയാണെങ്കിലും ഇതെല്ലാം വളരെ നശ്വരമാണെന്നും പെട്ടെന്ന് അതെല്ലാം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ള വലിയ തിരിച്ചറിവ് നോവൽ നമ്മുടെ മുൻപിൽ കോറിയിടുന്നുണ്ട്. ഇനി ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നോവലിനെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ കുറേ കൂടി എളുപ്പത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മുടെ ഇടതുവശത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സുധാകരനെ പ്ലേസ് ചെയ്യുക. അയാളിൽ നിന്ന് പല രേഖകൾ വരച്ച് ആ രേഖകൾക്കൊക്കെ പേര് നൽകുക. അയാൾ കണ്ടുമുട്ടുന്ന വ്യക്തികളാണ് ഈ രേഖകളെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ ശാന്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, സൗദാമിനി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, സുമിത്ര എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, മാൻഡലിൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, ഗീത എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടിയുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇയാളുടെ കൂട്ടിൽ വന്നു ചേരുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അയാളുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകമാണ്. അതായത് അയാൾ കാശിയിൽ ജീവിച്ചതിൻ്റെയും ബാംഗ്ലൂർ ജീവിച്ചതിൻ്റെയും ബോംബെയിൽ ജീവിച്ചതിൻ്റെയും മദ്രാസിലൂടെ കടന്നു പോയതിൻ്റെയും ഒരു ട്രെയിൻ യാത്ര നടത്തിയതിൻ്റെയും ഒക്കെ ആകെ മൊത്തം ടോട്ടൽ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ നോവലിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈൻഡ് മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നോവലിനെ കുറേ കൂടി ബെറ്ററായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇയാളുടെ തീസിസ് PhD ചെയ്യുന്ന കാലഘട്ടത്തിലെ സുഹൃത്തുക്കളായ ഓം പ്രകാശും, എല്ലാവരുടെയും പേരുകൾ അത്ര ഈസി ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഓം പ്രകാശ്, ഗംഗാ പ്രസാദ്, ജഗദീഷ്, രാംലാൽ, ഇങ്ങനെയുള്ളവരെല്ലാം ഇയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങി പോകുന്ന സുഹൃത്തുക്കളാണ്. സുകുമാർ അഴീക്കോട് സാറ് ഒരിക്കൽ MTയെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. MT എന്ന മനുഷ്യൻ്റെ കരാവിരുത് മനസ്സിലാക്കണമെങ്കിൽ, അയാളുടെ ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ നോവലിൻ്റെ പരാമർശങ്ങളെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ അത് ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകളോട് ഉപമിച്ചുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് സാറ് പറയുന്നത്. അതായത് ഒരു ചെടി, റോസാപുഷ്പത്തിൻ്റെ ചെടിയുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് നിന്നാൽ അതിൻ്റെ തണ്ടിൽ നിന്ന് ആ പൂവ് ഇതളിലേക്ക് വരുമ്പോൾ ഇതള്
ദൂരേക്ക് വരുമ്പോൾ വളരെ നേർത്തതായി കട്ടി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും എന്ന് സാറ് പറയുകയുണ്ടായി. അപ്പോൾ ഒരു പരിധിവരെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നി ആ ഒരു ചിന്ത വളരെ സത്യമാണ് താനും. കാരണം ഞാനല്ല, നിങ്ങളാണെങ്കിൽ പോലും തുടക്കത്തിൽ ഇത് വായിച്ചു തുടങ്ങിയാൽ ഒരു 10-20 പേജ് വരെ ഈ നോവലിലേക്ക് നമുക്കൊന്ന് നടന്നെടുക്കാൻ ഒരു സമയമെടുക്കും. അത്ര ഈസി അല്ല. പക്ഷേ വായിച്ച് നമ്മളൊരു പകുതിയോളം എത്തുമ്പോൾ 64-65 പേജ് 75 എത്തുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കഥാപാത്രങ്ങൾ പതിയെ നടന്നെടുത്ത് വരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. തുടക്കത്തിലെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പലരും ഈ ഉദ്യമം ഉപേക്ഷിച്ചതായിട്ട് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാരാണസി വായിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലെ ആ ഒരു മടുപ്പ് ഒരു കാരണവശാലും നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ കാര്യമാക്കരുത്, മുൻപോട്ട് വായിക്കുക. പതിയെ കഥാപാത്രങ്ങൾ നമ്മുടെ അടുത്തേക്ക് നേർത്ത് വരുന്നതായിട്ട് മനസ്സിലായി. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായതും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുമായ 3-4 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് വിചാരിക്കുന്നു. അതായത് ഒന്ന്, ഗംഗാജലം തട്ടിൻപുറത്ത് സൂക്ഷിക്കുന്ന വീടുകളെക്കുറിച്ച് ഇതിലൊരു പരാമർശമുണ്ട്, വളരെ മനോഹരമാണ്. രണ്ടാമതായിട്ട് ചിതയൊരുക്കുന്ന ധോംരാജുകളെക്കുറിച്ച്, വാരാണസിയിൽ അവിടെ ദേഹം കത്തിക്കുന്നയിടത്ത് ചിതയൊരുക്കുന്നവരെ കുറിച്ചൊരു പരാമർശം. പിന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ബനാറസ് സാരിയെക്കുറിച്ച് ചിന്തിച്ച് പറയുന്ന കഥകൾ, കാര്യങ്ങൾ. കള്ളന്മാർ അവരുടെ രാത്രിയിലെ വേല കഴിഞ്ഞിട്ട് വന്നിട്ട് വാരണസിയിൽ അവിടെ കുളിച്ച് തൊഴുതു പോകുന്ന സ്ഥലത്തെ ചോർഘട്ട് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം, അതിനെക്കുറിച്ചുള്ളൊരു പരാമർശം. പിന്നീട് സുധാകരൻ തന്നെ ഈ രാത്രിയിൽ നടത്തുന്ന ഗംഗാ യാത്രകളുടെ വളരെ രസകരമായ പരാമർശങ്ങൾ. ഇങ്ങനെ നമുക്ക് മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന സുധാകരൻ്റെയും സുമിത്രയുടെയും ഒക്കെ ബന്ധങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തുന്ന തിരിച്ചറിവുകളെക്കുറിച്ചുമുള്ള ഒക്കെ നമുക്ക് കുറേ ആഴത്തിൽ കുറേ കൂടി മനസ്സിലാക്കാനായിട്ട് നോവൽ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ MTയുടെ വലിയൊരു കരാവിരുത്, അതായത് കഥയ്ക്കുള്ളിൽ കഥ നെയ്യുന്ന MTയുടെ ആ ഒരു വലിയ സ്പർശം ഇതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ സത്യമാണ്. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു സെൻറ്റൻസ് ഉണ്ട്, അമ്പലങ്ങളിലും കുമ്പസാരക്കൂടുകൾ വച്ചാൽ എന്താ. ഇതിലെ കഥാനായകൻ ചോദിക്കുന്നതാണ്. കാരണം ജീവിതം അവശേഷിപ്പിക്കുന്ന കുറേ മുറിപ്പാടുകൾ ശാന്തി സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ നിന്ന് അതിനൊരു ഉണക്ക്, ആ മുറിവുകൾക്കൊരു ഉണക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് അയാൾ പോകുന്നത്. MTയുടെയൊക്കെ എഴുത്തിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ അതിൻ്റെ പരപ്പ് ഒക്കെ മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള നോവലുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഒരു വശത്തെ നോവലും ഒരു വശത്ത് സിനിമയും ഒക്കെ വെക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കി നോക്കുക. കുമ്പസാരക്കൂടുകളെയൊക്കെ എത്ര പവിത്രമായിട്ടാണ് MTയുടെ എഴുത്തിൻ്റെ ഹൃദയം കാണുന്നത് എന്നൊന്ന് തിരിച്ചറിയുക. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സിനിമ അതിനെ എത്ര അപക്വമായ രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ വരച്ചിടാനായിട്ട്, അതെന്ത് തന്നെ ആയിക്കോട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഏതോ ഒരു വലിയ ഘട്ടത്തിൽ എഴുതിയതാണെങ്കിൽ പോലും എത്ര അപക്വമായ രീതിയിലാണ് പവിത്രമായി മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഇടങ്ങളെയൊക്കെ വരച്ചിടാനായിട്ട് സിനിമാ പ്രേമികളിൽ പലരും ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു MT എന്ന മഹാമേരു, ആ ഹിമാലയ മനുഷ്യനെ ഒന്നും ഒരിക്കലും അത്ര എളുപ്പത്തിൽ ആർക്കും വിമർശിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ മുഖ്യധാര പാർട്ടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനത്തിൻ്റെ അമ്പ് ശരമേറ്റിട്ട് അല്പം വേദനയോടുകൂടി മാറി നിൽക്കാനല്ലാതെ തിരിച്ചൊരക്ഷരം മിണ്ടാൻ പറ്റാതെ പോയത്. ഞാൻ പറയുന്നത് എഴുത്തുകാർക്കുള്ള ആഴം അത് ഒരു ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ ഒരു കുഞ്ഞ് മുറിയിൽ കുത്തിയിരുന്ന് എഴുതിയ ഒരു സിനിമയുടെ ചരിത്രം കൊണ്ടുണ്ടാവുന്നതല്ല. മറിച്ച് അയാൾ കടന്നു വന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വലിയ എഴുത്തുകളാണ്, അയാളുടെ ജീവിതത്തിൻ്റെ വലിയ കണക്കുകൂട്ടലുകളാണ് ഒരു നോവലിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നോവലിനെ, ലിറ്ററേച്ചറിനെ സ്നേഹിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പൾപ്പ് നോവലല്ല. ജീവിതം എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണല്ലോ. അതിങ്ങനെ കയറിയും ഇറങ്ങിയും ഒക്കെ കിടക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ പതിയെ മുന്നോട്ടും പിൻപോട്ടും ഒക്കെ അതിൻ്റെ പേജ് മറിച്ച് നോക്കുമ്പോൾ ആ കുഞ്ഞ് കെട്ടുകൾ നമുക്ക് മാറി കിട്ടുന്നതായിട്ടും പതിയെ നോവലിനെ കുറച്ചുകൂടി അടുത്തറിയാൻ സാധിക്കുന്നതായിട്ടും മനസ്സിലാവും. സുധാകരൻ എന്ന കഥാപാത്രത്തെ പോലും അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ പതിയെ നമ്മളിലേക്ക് അയാൾ അടുത്തു വരുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാലിബൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്ന ആ തീസിസ് പോലും അതുകൊണ്ടാണ്. കാരണം ഷേക്സ്പിയറിൻ്റെ ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന രചനയിലെ
കാലിബൻ എന്ന സ്ലേവിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ തീസിസ് ചെയ്യുന്നത്. ഈ തീസിസിൻ്റെ അനുബന്ധമായി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടികളും കാര്യങ്ങളും തമാശകളും ഒരു വർത്തമാന സന്തോഷ വിതരണങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ നോവലിലൂടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ വളരെ ഫിലോസഫിക്കലായ സ്പിരിച്വലായ കുറച്ചല്പം സീരിയസ് ആയ ഒരാൾക്ക് ശാന്തമായിരുന്നു ഒന്ന് വായിക്കാനും തിരിച്ചറിയാനും പറ്റുന്ന ഒരു മനോഹരമായ ഒരു നോവലാണ് വാരണാസി. 250 രൂപയാണ് വില. ഏതാണ്ട് 175ഓളം പേജുകളേ ഉള്ളൂ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലാതെ ഒറ്റയിരുപ്പിലൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവൽ എന്നൊക്കെ തന്നെ. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു വായന ആശംസിക്കുന്നു. എൻ്റെ എളിയ ശ്രമം കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു നോവലും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.